ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചുകൊണ്ട് ഒരു പലഹാരമാണ്. ഇതിന് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ്. നാടൻ പലഹാരമാണ്. വീഡിയോയിലോട്ടങ്ങ് പോയാലോ. ഗൈസ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചേരുവകൾ തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഏലല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട് 1/4 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ 100 ഗ്രാം ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങ 1 ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങയും ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. നാടൻ പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടാകാൻ പോയാലോ. ഇവിടെ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. അതിനായിട്ട് ജീരകമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ജീരകം, തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് ഇടാം. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കി എടുക്കാൻ വേണം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ശകലം തേച്ച് കൊടുക്കുകയാണ്. സ്വല്പം എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ തൂത്തെടുക്കുകയാണ്. ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പരത്തി എടുക്കുകയാണ്. ഇഷ്ടമുള്ള ആകൃതിയിൽ പരത്തിയെടുക്കാവുന്നതാണ്. ആകൃതിയിലൊന്നും കുഴപ്പമില്ല. ഏത് ആകൃതിയിലായാലും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കൈ കൊണ്ടും പരത്തിയെടുക്കാം, അതുപോലെ തന്നെ തവിയും വെച്ചും പരത്തിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പരത്തിയെടുത്താൽ മതി. അങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പുറ സൈഡൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്നും വേണ്ട, നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണം. വീട്ടിലുണ്ടാക്കുന്ന ഗോതമ്പൊടി വെച്ചിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ്. പണ്ട് കാലത്ത് ഇത് ഓരോരുത്തരൊക്കെ ഉണ്ടാക്കി കാണുന്നതായിട്ട് കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു വിഭവം കൂടിയാണിത്. രണ്ട് സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് സെർവ്മേലിലോട്ട് മാറ്റാം. അടുത്ത അപ്പം ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ്. ഗോതമ്പൊടി വെച്ച് നല്ല അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.